നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബോട്ടി ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബോട്ടിയുടെ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 8 വിസിൽ വരുന്നവരെ ഞാൻ ആക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് അരച്ചെടുക്കാനും വേണം, പിന്നെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ വേണം. ഒരു 10-20 ഓളം വേണ്ടി വരും. പിന്നെ ഒരു 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, 2 ടീസ്പൂണ് മല്ലി, കായ് മല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുരുമുളകും, കായ് കുരുമുളക് 2 ടീസ്പൂണ്, 1 ടീസ്പൂണ് പെരുംജീരകം, 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂണ് ഗരം മസാല, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 2 പച്ചമുളക്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അരക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി വറുത്തന്നെ എടുത്ത് വെച്ചാൽ, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ ഞാൻ 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുന്നുണ്ട്. അതേ എണ്ണയിൽ തന്നെ കുരുമുളക്, മല്ലി, ജീരകം, പെരുംജീരകം, ജീരകം ഇതൊന്ന് മൂപ്പിച്ചെടുക്കും ആദ്യം തന്നെ. അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി. അപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിനി കോരിയെടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നേരെ പകുതിയാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ വഴന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിത് മിക്സി കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇത് കണ്ടില്ല, എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബോട്ടിയും കൂടി ഇന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഈ മസാലയെല്ലാം ഈ ബോട്ടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം മസാലയിലും പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി ഈ മസാല ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം, ഗരം മസാല ഒന്ന് ചൂടാവുക. നമ്മളെ ബോട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്. അപ്പോൾ നമ്മളെ ബോട്ടി ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആടിൻ്റെ ബോട്ടീനെ കൊണ്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഇത് പോത്തിൻ്റെ ബോട്ടീനെ കൊണ്ടല്ലാക്കും. ഞാനിപ്പോൾ ആടിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് വൃത്തിയാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വൃത്തിയാക്കണം. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.